ജോർജ് കുട്ടിയോടാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം നേരത്തെ പറയുകയുണ്ടായി, ജിത്തു സാറ് പറയുകയുണ്ടായി ഫിയർ ജോർജ് കുട്ടിയുടെ ഇമോഷൻസിനെയൊക്കെ കുറിച്ചാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ പോലും ജോർജ് കുട്ടി ഒരുപാട് ഭയങ്ങളുള്ളിൽ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അപ്പോൾ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ എന്താണ്? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മനോഹരമായ ഒരു സായന നേരുന്നു. വി ഹാവ് സം വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം മുംബൈ, കുമാർജി, അഭിഷേക്ജി, രശ്മിയ. വെൽക്കം ടു അവർ ഫാമിലി. ജോർജ് കുട്ടി എന്ത് പറയുന്നുള്ളതാണോ അതോ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ? ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ. വാനപ്രസ്ഥം, അല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ, താളവട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് തന്മാത്രം, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ ജോർജ് കുട്ടി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ 1, 2, 3 അയാൾ ആരാണെന്ന് ഒരു ആക്ടറായി എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് തന്നെയാണ് ജിത്തു പറഞ്ഞത്. എന്തായാലും 13 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അയാൾക്ക് ഒരു രഹസ്യം ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. അയാൾ ക്രൈമൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു ഒരു ഒരു സത്യം വെക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. അത് അയാളുടെ ഒരു വാക്കാണ്. അപ്പം അയാളുടെ ഒരു പ്രതിജ്ഞയാണ്. അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഭയങ്കര ഒരു യാത്രയിലാണ്. അയാൾക്ക് വയ്യാതായി. അയാൾക്ക് എന്താ പറയുന്നത്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് എനിക്ക് ഭയമാണ്. ജോർജ് കുട്ടി അങ്ങനെ ഭയമില്ലാത്ത ആളൊന്നുമില്ല. എവറി മൊമെൻറ്റ് അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അയാളെ പറ്റിയല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഏജായി. ജോർജ് കുട്ടിക്ക് 13 വർഷങ്ങൾ കഴിഞ്ഞു. അവരുടെ കുട്ടികളൊക്കെ വലുതായി. അവർ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആ ഫാമിലിയുടെ മുമ്പിൽ മാത്രമല്ല, ആ ആൾക്കാരുടെ ആരുടെ മുമ്പിൽ എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറി ജോർജ് കുട്ടി. സിനിമയിൽ പോലും അയാൾ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് ചെയ്യുന്നത്. വളരെ സന്തോഷിക്കേണ്ട സമയത്ത് അയാൾ മനസ്സിൽ സങ്കടപ്പെടുന്നതായിരിക്കും, പക്ഷേ സങ്കടപ്പെടുന്ന കാണിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പം അത്രയും ഒരു കോംപ്ലക്സിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്കൊരു ഒരു സ്പിരിച്വാലിറ്റിയിലേക്കോ ഒരു ഫിലോസഫിക്കൽ തലത്തിലോട്ടൊക്കെ ജോർജ് കുട്ടി നടക്കേണ്ട സമയമായിട്ട്. കാര്യം ഗിൽറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്. ഇതൊരു നരകതുല്യമാണ് ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം, അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം അയാൾ ചർച്ചിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഡയലോഗായിരിക്കും പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അയാളുടെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അയാൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അതോ ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? പിന്നെ ഈ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ളത്, ഇത് 2 ഫാമിലീസിൻ്റെ കഥയാണ്. ഇത് പറഞ്ഞു, 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്. ഇതിൽ പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും 2 പേർക്ക് തുല്യ ദുഃഖിതരാണ്. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടിയും അതേ അവസ്ഥയിലാണ്, ഒരു പക്ഷേ പ്രഭാകരനും അതേ അവസ്ഥയിലാണ്. ഇതിൽ ജോർജ് കുട്ടിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രഭാകരൻ. കാര്യം അയാൾ വന്ന് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ അറിയും? നിങ്ങളൊന്നും പറയും, ഞാനത് ശരിയാക്കാം. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരായാലും ജോർജ് കുട്ടി കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ അത് കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലാണ്.
അപ്പോൾ ഭയങ്കരമായ ഭാരം മനസ്സിലേറി ഷോൾഡർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അപ്പം ഞാൻ പല പ്രാവശ്യം വന്നു ജോർജ് കുട്ടി ഒന്ന് രക്ഷിക്കൂ, പക്ഷേ ഇനിയും രക്ഷപ്പെടുത്തിയിട്ടില്ല. അപ്പം യു ക്യാൻ എക്സ്പെക്ട് എ ദൃശ്യം 4 ഓൾസോ സർ. അല്ല അങ്ങനെ പറയും, ഷോ, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഷോ. Let people watch the film and let them decide whether we should do sequel, like 4 or 5. But Anthony has got a very different plan. He said we'll do 5, then make a 5. എന്തായാലും ഒരുപാട് സന്തോഷം. As an actor, I'm so thrilled because it never happens in films. For the last 13 years, I'm carrying this character and this family. They are growing and they are having a bunch of questions. George Kutti is not able to answer. അപ്പോൾ അങ്ങനെ ഈവൻ പിന്നെ പ്രേക്ഷകർ ഈ പ്രേക്ഷകർക്കും അതിൽ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പ്രേക്ഷകർക്കറിയാം, പക്ഷെ അതിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിനും ഇയാൾ എന്താ ചെയ്തതെന്നറിയില്ല. അതൊരു സ്ട്രേഞ്ച് ഫിനോമിനയാണ്. പ്രേക്ഷകർക്കറിയാം, അതിലെ പോലീസിനറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം ഇയാൾ എന്തോ ചെയ്തിരിക്കുന്നു, ഡൺ സംതിങ്. ബട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല, ആ ഫാമിലിക്ക് അറിയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇയാൾക്ക് ഈ വെയിറ്റ് താങ്ങി നടക്കാനുള്ള ശക്തി ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ പറയുന്നത്, എനിക്ക് ഒരുപാട് എതിരാളികളുണ്ട്, എനിക്ക് ഭയമാണ്. അങ്ങനെ ഒരു സിനിമയിലെ ഹീറോ എനിക്ക് പേടിയാണെന്ന് പറയാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അയാൾ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ ചോദിച്ചു ജോർജ് കുട്ടി നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥതയുള്ള മനുഷ്യനാണ്. എന്തിനാണ്? അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ കുടുംബത്തോട്. അപ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഇടറിപ്പോയി. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഏതറ്റവും വരെയും പോകും. ദാറ്റ് ഈസ് ജോർജ് കുട്ടി. അതാണ് സത്യം. അതാണ് ജോർജ് കുട്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പക്ഷേ എൻ്റെ സിനിമ 48 ഇയേഴ്സ്, ആ സിനിമാ ജീവിതത്തിൽ ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കഥാപാത്രമാണ്. ഏറ്റവും കോംപ്ലക്സിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾ അഭിനയിക്കും, അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാൻ ക്യാമറയുടെ പുറകിലും മുമ്പിലൊക്കെ ആൾക്കാർ. പക്ഷേ ജോർജ് കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റില്ല. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെയൊരു ജോർജ് കുട്ടി ഉണ്ടാകുമോ എന്ന് എനിക്ക് ഇല്ല. ഇതിൽ ഏറ്റവും രസം ജോർജ് കുട്ടി എന്ന് പേരിട്ടതാണ്. അയാൾക്ക് കിഷൻ നായർ പേരാണെങ്കിൽ ഇത് അല്ല, സീരിയസ്ലി അല്ലേ? ജോർജ് കുട്ടി എന്ന് പറയുന്നത് പറയാനൊരു സ്വീറ്റ് നെയിമാണ്, പക്ഷേ കുറച്ച് പ്രയാസമുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗൈൻ സർ, താങ്ക് യു വെരി മച്ച് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് us. That's why I said welcome to our family. We can do wonders. Okay, thank you so much. Thank you, sir. അൻസിബ, അഞ്ജുനോടാണ് അടുത്ത ചോദ്യം. അഞ്ജു സത്യം പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടീനേജർ, നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ടീനേജർ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ നമുക്കൊക്കെ അങ്ങ് സങ്കടം തോന്നി, ഒരുപാട് വേദനകൾ ഉള്ളിൽ വന്നു. എങ്ങനെയാണ് അത് മനസ്സിനെയും ജീവിതത്തിനെയൊക്കെ പിടിച്ചൊലച്ചതെന്ന്. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ എന്താണ് അഞ്ജുവിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ദൃശ്യം 1 തന്നെയാണ്. സോറി, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെട്ടെന്ന് ക്യാരക്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയതാണ്. ദൃശ്യം 1 അഞ്ജുവിൻ്റെ ക്യാരക്ടർ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ നോർമലായിട്ടുള്ള കുട്ടിയാണ്. ഈ ഇന്നത്തെ കാലത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. ആ കുട്ടി ഒരുപാട് സോഷ്യലി അങ്ങനെ എല്ലാവരും അറിയുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടോ അങ്ങനെയുള്ള ഈ പുതിയ ടെക്നോളജി കാര്യങ്ങളൊന്നും അറിയാത്ത ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ള വളരെ ഇന്നസെൻസ് ഉള്ള ഒരു കുട്ടിയാണ്. ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുട്ടി, പക്ഷേ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ചെയ്തതൊരു വലിയ ക്രൈമാണെന്ന് തിരിച്ചറിയുന്ന പ്രായത്തിൽ തന്നെയാണ് ഈ ക്രൈം ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ട്രോമയായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. അത് ദൃശ്യം 2ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും ആ ട്രോമ അകത്തുണ്ട്. പക്ഷെ ഇത്രയും സപ്പോർട്ടീവായിട്ടൊരു അച്ഛൻ, അമ്മ, അനിയത്തി, അത് ആ കുട്ടിയുടെ വേൾഡ് എന്ന് പറയുന്നത് ഇവരാണ്, ഈ ഒരു ഫാമിലിയാണ്. അപ്പം അവരെ ചുറ്റിപ്പറ്റിയാണ് ആ കുട്ടിയുടെ ജീവിതവും. അപ്പോൾ അവൾക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ചെയ്തതൊരു തെറ്റാണ്. ഒരു കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റായിട്ടത് മനസ്സിലുണ്ട്. ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. ആ തെറ്റ്, അതിൻ്റെ വേദന എല്ലാം ഉണ്ട്. ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഇതിലെല്ലാം ഉപരി
ഈ അച്ഛനും അമ്മയും അനിയത്തിയും ഇത്രയും സ്നേഹിച്ച് ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഒരു വിഷമമുണ്ട്. അവർക്ക് വേണ്ടിയാണല്ലോ ഇവരെല്ലാം ഇത്രയും ത്യാഗം സഹിക്കുന്നതെന്ന്. എസ്പെഷ്യലി അച്ഛൻ കുറച്ചും കൂടെ ഓവർ കൺസേൺ ആണ്. മകൾക്ക് എന്തെങ്കിലും പറ്റുമോ, മകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. എല്ലാ തെറ്റും എല്ലാ ചീത്തപ്പേരും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ദൃശ്യം 2 കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഭാഗ്യം ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അത്രയും പെൺകുട്ടികൾ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട്. ദൃശ്യം 3 എത്തുമ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ, അമ്മ, സഹോദരി എല്ലാം ഉണ്ട്. പക്ഷെ അച്ഛനുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഇച്ചിരി കൂടുതലാണ്. അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ പറയാനൊരു മടിയുള്ള ആളാണ്. കാരണം അച്ഛൻ ജീവിക്കുന്നതും അച്ഛൻ എന്ത് ചെയ്യുന്നതും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് അഞ്ജുന് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തൊരു ചെറുതായിട്ട് നോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ അവർക്ക് പറ്റില്ല. അത് മുഖഭാവത്തിലൂടെ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അച്ഛൻ്റെ അടുത്ത് സ്നേഹം കൂടുതലുള്ള ഒരു മകളാണ്. അമ്മയുടെ അടുത്തും അതുപോലെയാണ്, സഹോദരിയുടെ അടുത്തും അതുപോലെയാണ്. അപ്പോൾ 3 വരുന്ന സമയത്ത് ആ കുട്ടി ഇനി മുന്നോട്ട് എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഈ ഫാമിലി എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ 21-ാം തീയതി ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ദൃശ്യം 3 റിലീസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. താങ്ക് യു. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. പിടിക്കപ്പെട്ടാൽ George Kutti would be caught by the police or anybody else. I said, if George Kutti is ready to do that, then who is George Kutti? So George Kuttiക്ക് എന്ത് സംഭവിക്കുന്ന എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് കുട്ടി ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജോർജ് കുട്ടി പിടിക്കപ്പെടണോ? വേണ്ട. അപ്പൊ 21-ാം തീയതി കാണാം. മിക്കവാറും ജോർജ് കുട്ടി അല്ലേ? അത് ജോർജ് കുട്ടിയായിട്ടിരിക്കട്ടെ. ജോർജ് കുട്ടിയെ പോലെ തന്നെയാ, പിടിയൊന്നും തരുന്നില്ല. ഇനി ദൃശ്യം 3ന്റെ ട്രെയിലർ ലോഞ്ചാണ്. ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാണ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടാവാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മലയാളികൾക്ക് ആർക്കും ലാലേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു സംശയമില്ല. So my next question is to you, ma'am. എൻ്റെ അടുത്ത ചോദ്യം റാണിയോടാണ്. റാണി survived a crisis. So George Kutti wasn't there at home. One unfortunate incident happened, but Rani, she managed to stay strong for her kids. So in the first part, Rani's fears were about police arresting them or finding the truth and all those things. When Drishyam 2 happened, Rani was, I think, somewhat back to normal. But then your concerns were mostly about the future of your kids, especially the emotional scars of Anju, as well as her future, making sure she is safe, she is healthy and all those things. So when it comes to Drishyam 3, what are your emotions like? What is your greatest fear in Drishyam 3? Good evening, first of all, to everyone. എന്താ പറയാ, I can't really reveal anything. പക്ഷേ all I would like to say is this is as an actor, ലാലേട്ടൻ പറഞ്ഞതുപോലെ this is completely a very very different experience for me. കുറേ സിനിമകൾ ചെയ്തിട്ടും that character will not stay this long, you know. Maybe a year or 2, but then 13 years and it's still continuing, that Rani character. And every time I go back to that character, to that set, it's like a reunion. Because I really love that character, Rani, so bubbly and so innocent and very sweet. But at the same time, family in the varumbo, family ke endengilum oru apagadana varumbo, she's like completely a different person, completely very overprotective and very reflex actions angane kodiyulla oru character aanu. And Drishyam 3 Jitu പറഞ്ഞതുപോലെ this is between the two families, അച്ഛന്മാരുടെ
രണ്ട് അച്ഛന്മാരുടെ, രണ്ട് അമ്മമാരുടെ, രണ്ട് ഫാമിലിയുടെ ഒരു ഇമോഷൻ പ്ലേ ആണ് ദൃശ്യം 3. And it's always a pleasure to come back as Rani and still win hearts and still, you know, no matter what we do, അത് പ്രേക്ഷക ചെയ്തത് തെറ്റാണ്, പക്ഷെ അതൊരു ആക്സിഡൻ്റൽ ഇതല്ലേ, ഇറ്റ്സ് നത്തിങ്. സോ ആൻഡ് സ്റ്റിൽ ഹാവിങ് ദ സപ്പോർട്ട് ഓഫ് the whole Kerala, the audience is something really, really beautiful. And thank you all. Thank you so much for all the love and support, and hope it continues forever. Thank you so much. Thank you. For us also, it's always a pleasure to watch you both together on screen. Thank you. ഈ ഒബീഡിയൻറ്റ് മകളാണ് എന്ന് അഞ്ജു പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ച് കുറുമ്പത്തിയാണ് അനുവിന് നമ്മുടെ സത്യം പറഞ്ഞാൽ ദൃശ്യം ഈ 13 വർഷമായി എന്ന് നമുക്ക് തോന്നുന്നത് അനുവിനെ കാണുമ്പോഴാണ്. കാര്യം ആദ്യം തുടങ്ങുമ്പോൾ യൂണിഫോം എനിക്കൊന്ന് പിനാഫറൊക്കെ ഇട്ട് ഫ്രോക്കൊക്കെ ഇട്ട് ഹെയർ ബോക്കെ വെച്ചിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ അനുവിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നോർമൽസിയിലേക്ക് എത്തിയത് അനുവിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നൊക്കെ സിനിമയിൽ തന്നെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ഒപ്പം നിൽക്കുന്നവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, ആ ഒരു സൗഹൃദത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് നമ്മൾ സിനിമ അവസാനിച്ചത്, ദൃശ്യം 2 അവസാനിച്ചത്. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അനുവിൻ്റെ ലൈഫിലെ നോർമൽസിനെ ബാധിച്ചോ, അതോ അനുവിനും ഭയം വന്ന് തുടങ്ങിയോ ദൃശ്യം 3ലെത്തിയപ്പോൾ? Good evening, everybody. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. I'd like to say a few words before jumping into the question, if you don't mind. So, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ജേർണി, 13 years, എസ്പെഷ്യലി വെൻ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ് ഓൺ ദ സ്ക്രീൻ. വളരെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ സാരി കൊടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ജസ്റ്റ് റിയലൈസിങ് ഓക്കെ വാവ്. സോ ഞാനെന്നും ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർ മീ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് ആഫ്റ്റർ ദൃശ്യം, ബിക്കോസ് എവറിതിങ് ചേഞ്ച്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. സോ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ജീതു അങ്കിൾ ആൻഡ് ആന്റണി അങ്കിൾ, ബിക്കോസ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ലൈഫിലെന്നും. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അനു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽസി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഫാമിലിയിൽ എനിമോർ. കാരണം ഒരു ക്രൈം ചെയ്തു, അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു മേലൊന്ന് കള്ളങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, അതിനിങ്ങനെ എന്താ പറയുക കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് ടു നോട്ട് ഗോ ടു ജയിൽ. അപ്പോൾ അതിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസാണ് ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, അനുവിനെ നോക്കിക്കാണുമ്പം ഒരു വിധത്തിൽ ടീനേജറായി, അതിൻ്റെ ടാൻട്രംസ് ഉണ്ട്, ഒരു നോർമലായി എന്ന് വിശ്വസിക്കാം. ബട്ട് ഡീപ് ഡൗൺ എല്ലാ ദിവസവും പേടിയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. അതേപോലെ തന്നെ ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കേണ്ട, സുഹൃത്തുക്കളാണെങ്കിലും. ബിക്കോസ് ടീനേജറാണ്, അല്ലെങ്കിൽ ഇപ്പം തേർഡിലേക്ക് വരുമ്പോൾ അഡൾട്ടാണ്. ഈ പറയുന്ന ഒരു നോർമൽ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ അതുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഒരു ഇളയ കുട്ടി കുറുമ്പത്തി എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അനു ഇതിനകത്ത്. ബട്ട് ഡീപ് ഡൗൺ ഇൻസൈഡ് ആ പേടി എന്നും ഉണ്ട് അനുവിടെ മനസ്സിലും. ആൻഡ് ജോർജ് കുട്ടി പറയുന്ന പോലെ ഒരു കാര്യം ചെയ്തു, തിങ്സ് യു നോ ബ്യൂട്ടിഫുൾ ലവ് ആൻഡ് പേയിങ് ദ പ്രൈസ് ഫോർ ഇറ്റ്. അപ്പോൾ പേടി ഒന്നുമുണ്ട്, അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പോയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് വി ലവ് ഈച്ച് അതർ സോ മച്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ലാലൻസ് പറഞ്ഞ പോലെ ചോദ്യങ്ങളുണ്ട് അനുവിന്, ഇനി എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്നവരെ സംബന്ധിച്ച് അറിയാം, അല്ലെങ്കിൽ ജോർജ് കുട്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് ജോർജ് കുട്ടി ചെയ്യുന്നത് പുറത്തു പോയിട്ട് എന്നുള്ളത്. അപ്പോൾ തേർഡിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അനു കുറച്ചുകൂടെ മെച്ചുവേർഡായി. ചേച്ചി ഒരു പൊടിക്ക് സൈലന്റ് ആണെങ്കിൽ അനു ഒരു പൊടിക്ക് എന്താ പറയുക, എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ യങ് ആണ്, അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡീപ് ഡൗൺ വി ഓൾ ലവ് അവർ ഫാമിലി സോ മച്ച്, ജോർജ് കുട്ടിയും കുടുംബവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അതിൽ നിന്ന് സെയിൽ ത്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് ത്രില്ല്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ദൃശ്യം പിന്നീടാണോ? അതെ അതെ ലാലേട്ട, കഴിഞ്ഞ ദിവസം മമ്മൂക്ക കൊടുത്ത ഒരു അഭിമുഖത്തിൽ മമ്മൂക്കയോട് ചോദ്യം ചോദിച്ചായിരുന്നു,
ഒരു ജോലി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മടുക്കാറില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ ഒരേ ജോലിയല്ല ചെയ്യുന്നത്, ഓരോ ദിവസം ഓരോ കഥാപാത്രമാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ ജോലിയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്? ഇല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത സിനിമ. അത് സംഭവിക്കുകയാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ജിത്തു പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്, ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇയാൾക്കും ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കുറച്ചുകൂടി ഫിലോസഫിക്കലാകുന്നു, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതൊരു മടുപ്പായിട്ട് ഒരിക്കലും തോന്നാൻ കാര്യമില്ല. കാര്യം ജോർജ് കുട്ടിക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കില്ല, ഈ കഥ നടക്കില്ല, ഈ കുടുംബം നടക്കില്ല. അതുകൊണ്ട് ഒരിക്കലും, പിന്നെ നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് ഒരു മടുപ്പ് തോന്നിയാൽ, അങ്ങനെ തോന്നാതിരിക്കട്ടെ, അങ്ങനെ തോന്നിയാൽ അത് നിർത്തുകയാണ് വേണ്ടത്. കാര്യം ആ മടുപ്പ് മറ്റുള്ളവരിലേക്കും എല്ലാം പടരും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും. പക്ഷേ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ പോലെയുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആക്ടേഴ്സിനും അങ്ങനെ നമ്മുടെ വിദേശത്ത് പല ആക്ടേഴ്സും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റിൽ പോയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആക്ടേഴ്സുണ്ട്. പക്ഷെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സന്തോഷമായിട്ട് പോവുകയാണ്. ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് പോയിക്കോട്ടെ. ഞാൻ മൈക്ക് തരാം. ജോർജ് കുട്ടി ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സൊക്കെ ജോർജ് കുട്ടിക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു. അപ്പം ജോർജ് കുട്ടി എന്താണ് ഇപ്പോൾ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്? വേണ്ടി ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വന്ന് അങ്ങനെ ആവും. അസത്യം, തമാശ പറഞ്ഞല്ല. അപ്പൊ ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് 4-5 ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ നമ്മള് ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, മോഹൻലാലാണ് ഇരിക്കുന്നത്. അത് ഈ ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു 3 പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ 2 പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രധാന പരാതി വന്നത്, അല്ലെങ്കിൽ വിമർശകരൊക്കെ പറയുന്നത്, ഇത് ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ഇപ്പൊ ലാലേട്ടന് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുന്നത്? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടി ഒരു ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ. പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള, ഞാൻ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പോൾ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ കൊണ്ടുപോയി പോലീസുകാരുടെ തലയിൽ ഇടിച്ച് സൂപ്പ് കാണിക്കുക അവന്മാരെ. അപ്പം അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടുന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസ് എടുക്കുകയാണ്, പോസിബിലിറ്റി.
അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡർ വല്ലതും നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്, അവിടെ തന്നെ അവർ കുഴിച്ചു. അത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതറ്റം വരെ ഞാൻ പോകും. അങ്ങനെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്, ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കണ്ട. താങ്ക് യു. ഹലോ സർ, എൻ്റെ പേര് സ്മിത, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ടീസർ കണ്ടപ്പം ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ്. അതിനോട് ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലവ് ടു ആസ്ക് ഡയറക്ടർ ജിത്തു ജോസഫ് സർ, ഇതിനകത്തെ ക്യാരക്ടർ എസ്തർ, എസ്തറിൻ്റെ ഒരു അനു rather than എസ്തർ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷീ ഹാസ് നോ ചൈൽഡ്ഹുഡ് ഫ്രം എ വെരി യങ് ഏജ്. ഈ ഒരു ഷീ ഹാസ് ബീൻ ആൻ അഡൾട്ടിഫൈഡ് ചൈൽഡ്. അതിനെ എത്രത്തോളം ഇതിൽ കവറേജ് ചെയ്യുന്നുണ്ട്? Actually, she is also a victim of that night. അപ്പോൾ അനുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആക്ച്വലി അനു സംസാരിച്ചപ്പോൾ പറഞ്ഞു ഷീ ഈസ് നോട്ട് ഷോയിങ് ഇറ്റ് ഔട്ട്സൈഡ് ആക്ച്വലി. കാരണം അതിൻ്റെ പ്രോബ്ലം ആരെങ്കിലും ഈ ഫാമിലിയിൽ അതർ ദാൻ അഞ്ജു ആരെങ്കിലും അത് ആ ഒരു ഫിയറും ഇതും ഒത്തിരി കാണിച്ചാൽ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് അഞ്ജുവിനെ ആയിരിക്കും. സോ ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ ഒരു പ്രായത്തേക്കാൾ കഴിഞ്ഞ ഒരു മാച്യൂരിറ്റി അനുവിനുണ്ട്. പക്ഷെ ഔട്ടർ സൈഡിൽ ആ മാച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ടിപ്പിക്കൽ ടാൻഡ്രംസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൻ്റെ ഒത്തിരി നമ്മളതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഹിയർ ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ഇറ്റ്. അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്ക് കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ മാമിന്റെ ക്യാരക്ടറിൽ നിന്നാണ് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത്. കുറെ ട്വിസ്റ്റും കാര്യങ്ങളും മാമിന്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു അബദ്ധത്തിൽ നിന്നാണ്. ഇപ്പം ദൃശ്യം 3 വരുമ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയും വേണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ടിൽ May 21st. അത്രയേ ഉള്ളൂ, അത്രയേ പറയാൻ പറ്റും. അല്ലാതെ വീണ്ടും ഈ ഒരു ടീമിനോടൊപ്പം അഭിനയിച്ചതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. That is always a pleasure, coming back and ഇവരോടൊപ്പം the characters, ലാലേട്ടൻ, പിന്നെ മക്കള്, പിന്നെ എല്ലാവരും the full unit, പിന്നെ വീട് എല്ലാം it's like going back to it's like a reunion പോലെ. വളരെ നന്നായി. It's a very beautiful feel ആണ് അത്. It's always a pleasure to be as Rani and meet George Kutti and പിള്ളേര് എല്ലാവരും. ജിത്തു സർ, ഇവിടെ സർ, ഇവിടെ സാറേ, ഞാൻ ചോദിക്കാൻ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ദൃശ്യത്തിന്റെ ഒരു പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണ്, 1-ന്റെയും 2-ന്റെയും 3-ന്റെയും പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബൈലൈനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം ആ ഒരു സിനിമയുടെ ഒരു കോറിനെ എടുത്ത് കാണിക്കുന്നത് 1-ഉം 2-ഉം വെച്ച് നോക്കുമ്പോൾ എടുത്ത് കാണിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 1-ല് ദൃശ്യം വിഷ്വൽസ് ക്യാൻ ബി എന്താ പറയാ ഡിസീവിങ്, അതുപോലെ തന്നെ ദൃശ്യം 2 ദ റിഡംഷൻ, ഇത് രണ്ടും ആ ഒരു ബൈലൈനെ എന്താ പറയാ സാധൂകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ദൃശ്യം 3-ന്റെ ബൈലൈനായിട്ട് പാസ്റ്റ് നെവർ സേസ് സൈലന്റ് എന്നാണ്. അപ്പോ അത് എങ്ങനെ, അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും സ്പോയിലർ അല്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? അതിനെ കുറിച്ച് അധികം പറഞ്ഞാൽ പ്രശ്നമാണ്. ബേസിക്കലി നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യം, നമ്മൾ ലൈഫ് മുന്നോട്ട് പോയി, പക്ഷെ അത് പാസ്റ്റിലൂടെ കിടപ്പുണ്ട്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വരാം. ഒന്നല്ല, ചിലപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ജോർജ് കുട്ടിയുടെ ഈ ഒരു ഇൻസിഡന്റ് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ലൈഫിൽ
അത് വലിയ കോംപ്ലിക്കേറ്റഡ്, അത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ പാസ്റ്റ്. എന്താ അറിയണ്ടേ അല്ലേ? എന്താ പ്രശ്നം എന്നറിയണം, 3-ലെ പ്രശ്നം എന്താണെന്നറിയണം. അതാണ് ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ. അതാണ് ഇവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടില് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലെന്തോ തിരിച്ചു വരുവാണോ എന്താണോ എന്നുള്ള അയാളുടെ ഫിയറാണത് ഈ സിനിമ. അത് ഒന്നല്ല, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റിയൽ ആണോ അല്ലയോ, അതൊക്കെയാണ് ജോർജ് കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതാ ഞാൻ കുറച്ച് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്, അറിയില്ല ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന്, എന്താ പ്രശ്നം എന്നുള്ളത്. അതാണ് പുള്ളിനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക്. Good evening. My question is to Team Panorama, both Kumar sir and Abhishek sir. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നൊരു പ്രേക്ഷകന് എപ്പോഴും ഡൗട്ടുണ്ട്. ഇതിൽ ആരാണ് മോശം, ആരാണ് നല്ലതെന്ന് രണ്ടുപേർക്കും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ന്യായം രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. മകനെ തേടുന്ന ഒരു അമ്മ, കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം ആളുകൾ പറയാറുണ്ട്, ശരിക്കും ഗീതാപ്രഭാകരന് നീതി കിട്ടിയിട്ടില്ല, 1-ലും നീതി കിട്ടിയില്ല, 2-ലും നീതി കിട്ടിയില്ല, 3-ലെങ്കിലും നീതി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ശരിക്കും ഇവിടെ നിൽക്കണമെന്ന് അത് ഒരു സിനിമയെ സംബന്ധിച്ചൊരു പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു ഒരു പ്രോസസ് അല്ല. ദൃശ്യം 3-ൽ എങ്ങനെയാണ്, നീതി കിട്ടുമോ? ഉത്തരം May 21 കറക്റ്റായിട്ട് നിങ്ങൾക്കെല്ലാം കിട്ടുക. പക്ഷേ ഗീതാപ്രഭാകരന്റെ ഭാഗത്ത് ന്യായമുണ്ടോ നീതിയുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വന്തം മക്കൾ, അവരവരുടെ മക്കൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ പോകണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അവരൊരു പോലീസ് ഓഫീസറും കൂടി ആയിരുന്നു. സോ നോക്കാം, ദൃശ്യം 1-ൽ 2-ൽ ഇനി 3-ൽ എന്തായിരിക്കും ഗീതാപ്രഭാകരന്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം May 21 വരെ. താങ്ക് യു. സിദ്ദിഖിക്ക ഇവിടെ ഇപ്പം ദൃശ്യം 1-ഉം 2-ഉം കാണുമ്പോൾ ഇപ്പൊ 2 ഫാമിലിയുടെ കഥയാണെന്ന് പറഞ്ഞു. ഇപ്പം ചേട്ടൻ്റെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗീതാ പ്രഭാകരന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും, ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാവണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ 3 ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കും ചാൻസ്, എന്താണ് തോന്നുന്നത്? അതിനു മുമ്പേ ഏതായാലും ഇപ്പൊ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോ ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 4-ന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കാനൊക്കെ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക്. ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത്. ചോദ്യത്തിലേക്ക് വരാം. ഇത് പല കുടുംബത്തിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വളരെ നന്നായിരിക്കും, അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുണ്ടാവും, തിരിച്ചുണ്ടാവും. വളരെ നല്ല സ്വഭാവമുള്ള അമ്മയും ആകെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അച്ഛനും ഉണ്ടാവും. ഇവർക്ക് ഉണ്ടാവുന്ന മക്കളുണ്ടാവും, ആ മക്കൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശരിക്കും നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഏറ്റവും തുറന്ന് സംസാരിക്കുന്ന, അച്ഛനും അമ്മയും ഏറ്റവും അധികം സ്നേഹിക്കുകയും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ചിലപ്പോൾ എപ്പോഴും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ ഈ കുടുംബത്തിന് സാധിച്ചില്ല. അവൻ എവിടെയോ ഒരു പിഴവ് പറ്റിപ്പോയി. അതിന് കിട്ടിയ ശിക്ഷ പോലെയാണ് നമ്മൾ ദൃശ്യം 1-ൽ കാണിച്ചിട്ടുള്ളത്. അതേ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ദൃശ്യം 2-ൽ വന്നത്. ദൃശ്യം 3-ൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ നല്ലത്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ചില പോർഷൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ദൃശ്യം 3 21-ാം തീയതി വരാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം പ്രഭാകരന് നീതി കിട്ടുമോ, ഗീതാപ്രഭാകരന് നീതി കിട്ടുമോ, അതോ ഇപ്പോഴും ജോർജ് കുട്ടിക്ക് തന്നെയാണോ നീതി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് 21-ാം തീയതി തീരുമാനിക്കാം. ജിത്തു സാറേ, ഈ മലയാളം ദൃശ്യവും ഇപ്പോൾ മലയാളം ദൃശ്യം 3 അതോടെ ഹിന്ദിയും ഉണ്ട്.
ഈ മലയാളവും ഹിന്ദിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ സിനിമയിൽ സബ്ജക്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ട്. അതെനിക്ക് ഉറപ്പ് തന്നെ, അത് ഉറപ്പ് തന്നെ. നമ്മൾ ദൃശ്യം ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും ഹിന്ദിയിൽ ആക്ച്വലി നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്, ഓഡിയൻസ് ടേസ്റ്റ് ഈസ് ഡിഫറെൻറ്റ്, സോ ദേ ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. അതെപ്പോഴും ഉണ്ട്. 3 വന്നപ്പം ദേ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദേ ആസ്ക് ഫോർ സം ചേഞ്ചസ് ബിക്കോസ് അവരുടെ ഒരു ടേസ്റ്റും ഇതുമൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ ഓഡിയൻസ് എടുക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഓഡിയൻസിന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് അവർ ദൃശ്യം 3 ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഫ്രീഡമാണ്. അവർ എല്ലാവരും സിനിമ എടുക്കുന്നത് സക്സസ്ഫുൾ ആകാനല്ലേ. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവരെങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. ആൻഡ് ദേ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തു, ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെ എല്ലാ റീമേക്കുകളിലും അവർ ചേഞ്ചസ് വരുത്തും. അത് ഇപ്പോഴും ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടല്ലോ, അതുണ്ട്. അല്ലാണ്ട് ജീവിതത്തിൽ ഇരുട്ടിനെ പേടിയാണോ? ഇതിൽ കുറെ പേടി കാണുന്നു, ഭയം കാണുന്നു. ലാലേട്ടന് ജീവിതത്തിൽ ഇരുട്ടിനോട് ഭയമുണ്ടോ? ഈ സിനിമയിൽ നമുക്ക് ഭയപ്പാട് കാണുന്നു, എന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്നു. എന്നിട്ട് പള്ളിയിൽ കൂടുതൽ സമയം പള്ളിയിൽ പ്രാർത്ഥനയിൽ പോകുന്നു. ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? ജീവിതത്തിലെ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? അല്ലല്ല, അങ്ങനെയാണ്. പക്ഷെ ഇരുട്ടിനെ അല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നല്ലേ. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അയാൾ നമ്മുടെ സിനിമയിൽ ഇരുട്ടല്ല. അയാൾക്ക് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾക്ക് പേടിയാണ്. ഒരു അപരിചിതനെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ അയാൾക്ക് പേടിയാണ്. അയാൾ അതുകൊണ്ട് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഭയമാണ്. അത് എന്തിനെയാണെന്ന് അയാൾ പറയുന്നില്ല. ഇരുട്ടത്തൊക്കെ അയാൾ ഇറങ്ങി നടക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇരുട്ടിനെ മാത്രമല്ല അയാൾക്ക് പേടി, എനിക്ക് വെളിച്ചത്തിനെ പേടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളാണ് ശ്രമിക്കുന്നത്. എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. ഒരു ശബ്ദം ലാലേട്ടൻ റിയൽ ലൈഫിൽ വളരെ നല്ലൊരു ഫാദർ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജോർജ് കുട്ടിയിലേക്കും റെസണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. എനിക്കൊരു മകളല്ല ഉള്ള. അപ്പം ഈ കുട്ടികളുമായിട്ട് ഞാൻ അവരുമായിട്ടൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പിള്ളേരുമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളോരോ തമാശകൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവരെ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ അത് മലയാള സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് രണ്ടെണ്ണിനെയും കൊണ്ട് നടക്കുകയല്ലേ. ആ ചെറുതിനെ ഈ സിനിമയിൽ പറഞ്ഞത്, ആ ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് ജിത്തു പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യവുമാണ്. അല്ല, സത്യമല്ല. ഓക്കെ. ആൻഡ്രി ചേട്ടൻ ഈ നമുക്ക് തോന്നുന്ന ആൻഡ്രി ചേട്ടൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച സിനിമകളിൽ ലാലേട്ടനും ഇവർ രണ്ടുപേരുമാണ് ജോഡിയായിട്ട് എപ്പോഴും പറഞ്ഞത്. അത് ഒരു ഭാഗ്യം തെളിയുന്നതാണോ അതങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ? ഈ 2 ജോഡികളാണ് ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ജോഡികളായിട്ട് വന്നിരിക്കുന്നത്. അല്ല, എൻ്റെ സിനിമയിൽ ആദ്യം മുതലേ അങ്ങനെ അഭിനയിച്ചു വന്നു. ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സിനിമകളുടെ കൂടുതൽ അഭിനയിച്ച ആളായി. അപ്പോൾ ആദ്യം മുതലേ അങ്ങനെ സെലക്ട് ചെയ്തതല്ല, അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ അത്ര സ്നേഹമായി ജീവിക്കുന്നതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ 4, 5, 6 ഒക്കെ നമ്മൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഭാഗ്യം കിട്ടിയാൽ, അല്ലെങ്കിലും ഇതുപോലെ പറ്റുന്ന സിനിമകളിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. മീന മാമും ലാൽസാന്റെ കൂട്ടത്തിൽ ആശീർവാദിന്റെ പടത്തിൽ അഭിനയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചിത്രങ്ങളുണ്ടാവും. അത് കാരണം അതിന് കാരണം കൂടുതൽ സൗഹൃദങ്ങളാണ്. അപ്പോൾ അതും ഒരു പ്രധാന കാരണമാണ്. ചേട്ടാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ബുക്ക് മൈ ഷോയില് ടിക്കറ്റുകൾ വിറ്റഴിക്കുക, അതായത് ബുക്ക് മൈ ഷോ തുടങ്ങി 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയത് എമ്പുരാനായിരുന്നു. നാളെ 9 മണി തൊട്ട് 10 മണി ആകുമ്പോഴേക്കും ദൃശ്യം 3
അടിക്കോ? അല്ല, ഈ ഓരോ ചിത്രത്തിന് ഓരോ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് സിനിമ വിതരണം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. എമ്പുരാൻ ചെയ്ത സമയത്ത് അതുപോലെ 1 മണിക്കൂറിൽ സംഭവിക്കണമെന്ന് വിചാരിച്ചായിരുന്നു അതിനെ അങ്ങനെ വെച്ച് ഒരു സമയത്ത് പുറത്ത് പറഞ്ഞ് ഒറ്റയടിക്ക് ഒരു സംഭവം ഉണ്ടാക്കി, ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉണ്ടായത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ 10-11 ദിവസം മുൻപാണ് ഇതിൻ്റെ റിലീസിന് 11 ദിവസം മുൻപാണ് അത് ബുക്ക് മൈ ഷോയിൽ ഇത് അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ഇത് ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഷോസും ഫുള്ളായി, എല്ലാ ഷോസും ഫുള്ളായി കഴിഞ്ഞ് അടുത്ത ദിവസവും നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചിന്തിച്ചിട്ട് ഇതിക്ക് മുൻകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ശരിക്കും നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നത് 3 കോടി രൂപയുടെ ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെയുള്ള റെക്കോർഡ്സുകളെല്ലാം നമുക്ക് ചേർന്ന് നിന്നുണ്ടാക്കാം, ആശീർവാദത്തിലൂടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ലാലേട്ടത്തിനാണ് പൊട്ടിക്കാറ്. അപ്പോൾ ഇതൊരു പുതിയ റെക്കോർഡ് തൂക്കുമോ? പിന്നെ ഇപ്പം 100, 200, 300 കോടി ക്ലബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റിപ്പോകുന്നതാണ്. ഇത് നല്ല സിനിമയായിരിക്കും, അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണം എന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്കൊരു ജാതകമുണ്ട്, അതനുസരിച്ച് മനുഷ്യരെ പോലെ അല്ലാതെ നല്ല മെടുക്കലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോശമായിരിക്കും. അപ്പം അതുപോലെ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട്, അതിൽ വിശ്വസിക്കുന്നത് ഒരു മാജിക്കാണ്, ഒരു റെസിപ്പിയാണ്, ഒരു സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയാത്തത്. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിൽ ഒരു 300 കോടി അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. അത് പറയാൻ കാരണം എനിക്ക് തൊടുപുഴ പോകണം, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ്